ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മൂക്കുതല ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആൽമരങ്ങളുടെ മുത്തശ്ശി സാലു മരദ തിമ്മക്കയുടെ ഓർമ്മയ്ക്കായി മരം നട്ടു. ലോക പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായി മൂക്കുതല ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആൽമരങ്ങളുടെ മുത്തശ്ശി സാലു മരദ തിമ്മക്കയുടെ ഓർമ്മയ്ക്കായി ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത, സാമ്പത്തികമായി ഒട്ടും തന്നെ മികച്ചതല്ലാത്ത മരങ്ങൾ മക്കളെ പോലെയാണെന്ന് സന്ദേശം ഓതിക്കൊണ്ട് 8000 മരങ്ങൾ നട്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വനിതകളിൽ ഒരാളായിരുന്നു. സ്കൂൾ ഹരിതസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രശസ്ത സാഹിത്യകാരനും എഴുത്തുകാരനുമായ KV നാദിർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ PTA പ്രസിഡന്റ് പ്രണവം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ CV മണികണ്ഠൻ, HM ജീന CK, അധ്യാപകരായ ജസീന, അജിത, സജിത ഉഷ, ബീന, വിദ്യാർത്ഥികളായ സഫ അഷറഫ്, ആർദ്ര രാജ്, ഭവ്യ, മരിയ, നൂഹ് തുടങ്ങിയവർ സംസാരിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ എന്ന് പറയുന്ന 2 രാജ്യങ്ങൾക്കിടയിലൂടെ ഒഴുകിയിരുന്നൊരു ശുദ്ധജല തടാകമായിരുന്നു. ഏതാണ്ട് 68,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഒഴുകിയിരുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ആരാൻ എന്ന പേരിൻ്റെ അർത്ഥം ദ്വീപുകളുടെ സമൂഹം എന്നാണ്. ആ തടാകത്തിനകത്ത് ഏതാണ്ട് 100-ലേറെ ദ്വീപുകളുണ്ടായിരുന്നു. അതിലൊക്കെ ആൾത്താമസവും ഉണ്ടായിരുന്നു. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടായിരുന്നു കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് രണ്ടും സ്വതന്ത്ര രാജ്യങ്ങളാണ്. ഏതാണ്ട് 1960-കളിൽ ലോകത്ത് വലിയൊരു മത്സരം നടന്നു. പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ മത്സരം. സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പന്ന അല്ലെങ്കിൽ പരുത്തി ഉൽപാദന രാജ്യമാകണമെന്ന ഇടമത്സരത്തിന്റെ ഭാഗമായി പരുത്തി കൃഷിക്ക് വല്ലാത്ത ഊന്നൽ നൽകി. സ്വാഭാവികമായിട്ട് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി തടാകത്തിലേക്ക് എത്തിയിരുന്ന പുഴയുടെ ഒഴുക്കിനെ ആ രാജ്യം, ആ ഭരണകൂടം പരുത്തി കൃഷിയുടെ കൃഷിഭൂമിയിലേക്ക് തിരിച്ചുവിട്ടു. റഷ്യ ഇങ്ങനെ ഒരു കിടമത്സരത്തിലേക്ക് പോയ കാലം മുതൽ ഏതാണ്ട് 2000 ആകുമ്പോഴേക്ക് ദശലക്ഷക്കണക്കിന് കാലം ഒഴുകിയിരുന്ന ആ തടാകം, ലോകത്തിലെ ഏറ്റവും വലിയ തടാകം, 50 വർഷം പിന്നിടുമ്പോൾ മരുഭൂമിയായി മാറുന്ന ഒരു ചിത്രമാണ് ഇന്നുള്ളത്.